ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 110 വണ്ടിയാണ് കേട്ടോ. നിലവിലത് വർക്കിന് വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്കതിൻ്റെ ബ്രേക്ക് ചെക്കപ്പും ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ഈ പ്രൊട്ടക്റ്റ് മഫ്ലർ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, അങ്ങനെ 1-2 കേസ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ തീരെ ലെവൽ കുറവ് കാണിച്ച പ്രകാരം നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തു. അപ്പോൾ ശരിക്കും നമുക്കിതിന് വേണ്ടത് 800 മില്ലി ഓയിലാണ്. ഇപ്പോൾ നിലവിൽ 400 മില്ലി ഓയിലുള്ളൂ. അപ്പോൾ ശരിക്കും അരഭാഗത്തോളം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഫുള്ളായിട്ട് മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു 1000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് അത് കാര്യമായിട്ട് കുറയണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിഹരിച്ച് വിടേണ്ട അത്യാവശ്യമാണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് കുറവായിരുന്നു. അപ്പോൾ ബ്രേക്ക് ലൈനർ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ഹബിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു തേമാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ആ ബ്രേക്ക് അത്ര ക്ലിയർ അല്ലാതെ വന്നത് മെയിനായിട്ടുള്ള കാരണം കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ഗട്ടറൊക്കെ ചാടുമ്പോൾ സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം. അപ്പോൾ അതിൻ്റെ ഈ ലിങ്കിൻ്റെ ബുഷുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. അതതിൻ്റെ കോളർ മാത്രം മാറ്റിയാൽ മതി എന്നിട്ട് നമുക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ അത് കൂടാതെ കൊണ്ട് ഫ്രണ്ട് കുഷ്യൻ അസംബ്ലിയുടെ ബുഷുകൾ വളരെ ലൂസായേക്കാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് കൂട്ടത്തിൽ കൂടെ ഒന്ന് മാറ്റിയിട്ടേക്കാം. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ അത് കൂടാതെ വീൽ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. അതിൻ്റെയും കൂടിയൊക്കെ വരുമ്പോൾ എല്ലാം കൂടി വരുമ്പോഴാണ് അത്രയും സൗണ്ട് കാണിക്കേണ്ട മെയിനായിട്ടുള്ള റീസൺ. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് ഫ്രണ്ട് മൺഗാർഡ് ഉണ്ടല്ലോ, മൺഗാർഡിൻ്റെ ഉള്ളിൽ നമുക്ക് T4ക്കുമായി ബന്ധപ്പെട്ട ഒരു പിടുത്തം വരുന്നുണ്ട്. അത് ഈ സൈഡിൽ നിന്ന് പൊട്ടിപ്പോയേക്കാണ്. ഈ ഭാഗത്ത് കണ്ട ഇതിവിടെ വിട്ടുപോയേക്കാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ബോൾട്ട് ചെയ്തിട്ടൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടി വരുമ്പോൾ നല്ല രീതിയിലുള്ള ശബ്ദ വ്യത്യാസം വന്നത് അതിൻ്റെയും കൂടിയാണ്. അപ്പോൾ അത്രയും ഭാഗമാണ് ക്ലിയർ ചെയ്യണത്. നമ്മൾ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ആ വീലിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ട, ഇപ്പോൾ ഓയിൽ നമുക്ക് മാറ്റുന്നുണ്ട് കൂട്ടത്തിക്കടെ. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. സൈലൻസറിൻ്റെ കവർ സെറ്റ്, ആ പ്രൊട്ടക്റ്റ് മഫ്ലറും മാറ്റുന്നുണ്ട്. ഇത്രയും വർക്കുകൾ മെയിനായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് ഏകദേശം ഒരു 6 മണിയാകുമ്പോഴത്തേക്കാണ് തീരുള്ളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.